ഹലോ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോമെട്രി ആൻഡ് ആൾജിബ്ര എന്നുള്ള ചാപ്റ്ററാണ്. വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്ററാണ്. 8 മാർക്കിന് ചാപ്റ്റർ എന്ന് ചോദിക്കും. അപ്പോൾ ഭയങ്കര സിമ്പിളാണ്. കാരണം കുറച്ച് ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ ഡയറക്റ്റ് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. നമുക്ക് പഠിക്കാനുള്ള ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ മെയിൻ കോൺസെപ്റ്റിൽ ഫസ്റ്റ് നമുക്കൊരു 3 കാര്യങ്ങൾ പറയാം. എന്നിട്ട് ബാക്കി 3 പറയാം. ആദ്യം മിഡ് പോയിൻ്റ് ആണ്. കോർഡിനേറ്റ്സിൻ്റെ ബാക്കിയാണ് വരുന്നത്. അപ്പോൾ 2 പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ടാവും. അപ്പോൾ 2 പോയിൻറ്റിൻ്റെ മിഡ് പോയിൻ്റ് എന്ന് വെച്ചാൽ 2 പോയിൻറ്റും കൂടെ ജോയിൻ ചെയ്യുന്ന ലൈനിൻ്റെ മിഡ് പോയിൻ്റാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ലൈന് എ ബി എന്ന് പറയുന്ന ലൈനാണ്. അപ്പോൾ എൻ്റെയും കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ടാവും, ബീൻ്റെയും കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ടാവും. എൻ്റെത് x1 y1 ആണ്, ബീൻ്റെത് x2 y2 ആണെങ്കിൽ അതിൻ്റെ മിഡ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മിഡിൽ വരും അല്ലേ. മിഡിൽ എന്ന് പറയുമ്പോൾ കറക്റ്റ് സെൻറ്ററിൽ വരും. അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ അതിനും എക്സും വൈയും ഉണ്ടാവുമല്ലോ. അതിൻ്റെ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെയും ബീൻ്റെയും എക്സ് തമ്മിൽ കൂട്ടിയിട്ട് പകുതിയാക്കിയാൽ മതി. x1ഉം x2ഉം കൂടെ കൂട്ടിയിട്ട് പകുതിയാക്കാം. കോമ വൈ കോർഡിനേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എ എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെയും ബി എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെയും വൈ കോർഡിനേറ്റ് ഉണ്ടാവുമല്ലോ. സെക്കൻഡ് നമ്പേഴ്സ് കോർഡിനേറ്റ്സിൽ എക്സും വൈയും ഉണ്ടാവുമല്ലോ. അപ്പോൾ സെക്കൻഡ് നമ്പേഴ്സ് തമ്മിൽ കൂട്ടിയിട്ട് പകുതിയാക്കിയാൽ മിഡ് പോയിൻറ്റിൻ്റെ വൈ കോർഡിനേറ്റും കിട്ടും. അപ്പോൾ മിഡ് പോയിൻറ്റിൻ്റെ എക്സും വൈയും കിട്ടാൻ വേണ്ടിയിട്ട് x1 + x2/2 കോമ വൈ കിട്ടാൻ വേണ്ടി y1 + y2/2. ഇതാണ് മിഡ് പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ്. പിന്നെ സ്ലോപ്പ്, അവിടെ മിഡ് പോയിൻ്റ് ഡയറക്റ്റ് ഇതേപോലെ 2 പോയിൻറ്റിൻ്റെ മിഡ് പോയിൻ്റ് ചോദിക്കാതെ സർക്കിളിൻ്റെ കേസിൽ ചോദിക്കാറുണ്ട്. സർക്കിളിൻ്റെ സെൻറ്ററിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ ഡയാമീറ്ററിൻ്റെ 2 അറ്റത്തുള്ള പോയിൻറ്റ്സ് തരും. എ എന്ന് പറയുന്ന പോയിൻറ്റും ബി എന്ന് പറയുന്ന പോയിൻറ്റും ജോയിൻ ചെയ്തിട്ട് ഡയാമീറ്റർ ആയിട്ടുണ്ട്, സെൻറ്ററിലൂടെ കടന്നു പോകുന്നു എന്ന് പറയും. എന്നിട്ട് സെൻറ്ററിൻ്റെ കോർഡിനേറ്റ്സ് ചോദിക്കും. അപ്പോൾ ഡയാമീറ്ററിൻ്റെ മിഡ് പോയിൻ്റ് അല്ലേ സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയും നമ്മൾ മിഡ് പോയിൻറ്റിൻ്റെ ഇക്വേഷൻ തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അടുത്തത് സ്ലോപ്പാണ്. സ്ലോപ്പ് എന്ന് പറയുമ്പോൾ ഈ ഒരു ലൈനിൻ്റെ സ്ലോപ്പ്, ഇപ്പോൾ ചെരിഞ്ഞിട്ടുള്ള ഒരു ലൈന് നമ്മളിങ്ങനെ വരയ്ക്കാം. ബ്ലാക്ക് ചെരിഞ്ഞിട്ടുള്ള ഒരു ലൈന്, ഇതിൻ്റെ സ്ലോപ്പ് എത്ര, ഇതിൻ്റെ ചെരിവ് എത്ര എന്നുള്ളതാണ്. അപ്പോൾ വൈയിലുണ്ടാവുന്ന ചേഞ്ചാണ് ബൈ എക്സിലുണ്ടാവുന്ന ചേഞ്ച്. എക്സ് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ കൂടി വരുന്നതനുസരിച്ചിട്ട് വൈയിലുണ്ടാവുന്ന ചേഞ്ചാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്, ചെരിവ്. അപ്പോൾ മുകളിൽ എപ്പോഴും ഒരു ഫ്രാക്ഷൻ ആയിരിക്കും, ഇത്രയിൽ എത്ര എന്നുള്ള ഒരു ഫ്രാക്ഷൻ ആയിരിക്കും. മുകളിൽ വൈൻ്റെ ചേഞ്ചാണ് എഴുതേണ്ടത്. y2 - y1/x2 - x1 വെച്ചാൽ മുന്നിലുള്ള പോയിൻറ്റിൻ്റെ, ഇപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് x1 y1 ആണ്, അടുത്ത പോയിൻ്റ് x2 y2 ആണെങ്കിൽ മുന്നിലുള്ള പോയിൻ്റാണ് x2 y2. അതിൻ്റെ വൈ കോർഡിനേറ്റിൽ നിന്ന് ഫസ്റ്റ് പോയിൻറ്റിൻ്റെ വൈ കുറയ്ക്കുക. ഫസ്റ്റ് പോയിൻറ്റിൻ്റെ വൈ എന്ന് പറയുമ്പോൾ y1. അപ്പം മുന്നിലുള്ള പോയിൻറ്റിൻ്റെ വൈന്ന് ഫസ്റ്റിലുള്ള പോയിൻറ്റിൻ്റെ വൈ കുറച്ച് കഴിഞ്ഞാൽ വൈൻ്റെ ചേഞ്ച് കിട്ടും ബൈ x2 - x1. ഫസ്റ്റ് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ്, മുന്നിലുള്ള പോയിൻറ്റിൻ്റെ എക്സ് നിന്ന് ബാക്കിലുള്ള പോയിൻറ്റിൻ്റെ എക്സ് കുറയ്ക്കുക. y2 - y1/x2 - x1. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. ഇപ്പോൾ നിങ്ങൾ ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കുക, പഠിച്ച് വെക്കുക. മിഡ് പോയിൻറ്റും പറഞ്ഞു, സ്ലോപ്പും പറഞ്ഞു. രണ്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ചോദിക്കാൻ ചാൻസ് അല്ല, ചോദിക്കും. കാരണം 8 മാർക്കിന് ഈ ചാപ്റ്ററും ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കോൺസെപ്റ്റും അതിൽ ഉണ്ടാവും, അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ 4th വെർട്ടെക്സ് ആണ്, അതും ഭയങ്കര സിമ്പിളാണ്. പാരലോഗ്രാമിന് 4 വെർട്ടിസസ് ഉണ്ട് നമുക്കറിയാം. അതിൽ 3 വെർട്ടിസസിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ടാവും. 4th വെർട്ടെക്സിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ ചെയ്യേണ്ടത് ഒരു മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഓപ്പോസിറ്റ് വെർട്ടിസസിൻ്റെ കോർഡിനേറ്റ്സ് നോക്കുക. 3 തന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന പോയിൻറ്റ്സിൻ്റെ കോർഡിനേറ്റ്സ് നോക്കുക, ഓപ്പോസിറ്റ് വെർട്ടിസസിൻ്റെ കോർഡിനേറ്റ്സ് നോക്കുക. അതിൻ്റെ എക്സ് തമ്മിൽ കൂട്ടുക. എന്നിട്ട് ബാക്കിലുള്ള 3ാമത്തെ പോയിൻ്റ് ഉണ്ടല്ലോ, അതിൻ്റെ എക്സ് കുറയ്ക്കുക. x1 + x2/x3 - x3. x1 + x2 - x3. ഓപ്പോസിറ്റുള്ള വെർട്ടിസസിൻ്റെ കോർഡിനേറ്റ്സ് എക്സ് കോർഡിനേറ്റ് തമ്മിൽ കൂട്ടുക, 3ാമത്തെ പോയിൻറ്റിൻ്റെ എക്സ് കുറയ്ക്കുക. അപ്പോൾ 4th വെർട്ടെക്സിൻ്റെ എക്സ് കിട്ടും. ഇനി വൈ കിട്ടാൻ വേണ്ടിയിട്ട് y1 + y2 - y3 എന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് വെർട്ടിസസിൻ്റെ വൈ തമ്മിൽ കൂട്ടുക, സെക്കൻഡ് നമ്പേഴ്സ് തമ്മിൽ കൂട്ടുക, എന്നിട്ട് 3ാമത്തെ പോയിൻറ്റിൻ്റെ വൈ കുറയ്ക്കുക. അപ്പം നമുക്ക് വൈ കോർഡിനേറ്റും കിട്ടും 4th വെർട്ടെക്സിൻ്റെ. അപ്പോൾ ഇതാണ് മിഡ് പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ. പിന്നെ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഫ്രാക്ഷനാണ് കിട്ടുക, 5/7, 1/2 എന്നൊക്കെ പറഞ്ഞിട്ടൊരു -1/4. അപ്പോൾ മൈനസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. മൈനസ് വന്നാൽ അതിൻ്റെ അർത്ഥം ചേഞ്ച് നെഗറ്റീവാണെന്നാണ്. ചില എക്സ് കൂടുന്നതിനനുസരിച്ചിട്ട് വൈ കുറയാണ്, ഇങ്ങനെ വരും. അപ്പോൾ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കുറയലായിരിക്കും, വൈ കുറയലായിരിക്കും. വൈൻ്റെ ചേഞ്ച് ആണല്ലോ സ്ലോപ്പ്.
അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നെഗറ്റീവ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ y2 ന്ന് y1 തന്നെ കുറയ്ക്കണം, x2 ന്ന് x1 തന്നെ കുറയ്ക്കണം. മുന്നിലുള്ള പോയിൻറ്റിൻ്റെ x എന്ന് ബാക്കിലുള്ള പോയിൻറ്റിൻ്റെ x ആണ് കുറയ്ക്കേണ്ടത്. മുന്നിലുള്ള പോയിൻറ്റിൻ്റെ y എന്ന് ബാക്കിലുള്ള പോയിൻറ്റിൻ്റെ y ആണ് കുറയ്ക്കേണ്ടത്. അപ്പോൾ അതിൽ മുകളിൽ വൈൻ്റെ ചേഞ്ച് തന്നെ എഴുതണം. അതൊക്കെയാണ് സ്ലോപ്പിൻ്റെ ഇക്വേഷൻ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതാണ് 3 ഇക്വേഷൻ. അടുത്തത് ലൈൻ്റെ ഇക്വേഷനും സർക്കിളിൻ്റെ ഇക്വേഷനും. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. റേഷ്യോ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും നിങ്ങൾക്ക് A+ വാങ്ങിക്കണം എന്ന് ആഗ്രഹമുള്ളവരൊക്കെ എന്തായാലും അതും കൂടെ ജസ്റ്റ് നോക്കിയിട്ട് പോകണം. അപ്പോൾ ലൈൻ്റെ ഇക്വേഷൻ നമുക്ക് നോക്കാം. y മൈനസ് y1 ഈക്വൽ ടു സ്ലോപ്പ് ഇൻറ്റു x മൈനസ് x1. ഇതാണ് ലൈൻ്റെ ഇക്വേഷൻ. എക്സും വൈയും ഉണ്ടാവും. സർക്കിളിൻ്റെ ഇക്വേഷൻ ഇതാണ്. അവിടെയും എക്സും വൈയും ഉണ്ടാവും. അപ്പോൾ y മൈനസ് y1, വൈയിൽ നിന്നും y മൈനസ് എഴുതാം. എന്നിട്ട് y1 എന്ന് പറഞ്ഞാൽ ഒരു പോയിൻ്റ്, ലൈനിൻ്റെ ഫസ്റ്റ് പോയിൻ്റാണ്. ഏത് പോയിൻ്റാണോ ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ പോയിൻറ്റിൻ്റെ y, അതാണ് y1 ഈക്വൽ ടു സ്ലോപ്പ് നമ്മൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ കണ്ടുപിടിക്കുക. A ക്വസ്റ്റ്യനായിട്ട് സ്ലോപ്പ് ചോദിച്ചിട്ടാണ് B ക്വസ്റ്റ്യനായിട്ട് ഇക്വേഷൻ ചോദിക്കുന്നത്. അപ്പോൾ സ്ലോപ്പ് അവിടെ കണ്ടിട്ടുണ്ടാവും. 5/7 ആണെങ്കിൽ അങ്ങനെ എഴുതാം, -2/3 ആണെങ്കിൽ അങ്ങനെ എഴുതാം, ഇൻറ്റു x മൈനസ് x1. എക്സ് മൈനസ് ചെയ്താൽ x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോയിൻറ്റിൻ്റെ x, സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻറ്റിൻ്റെ x എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്പർ. y മൈനസ് y1 ആണ് ആദ്യം. നമ്മുടെ സ്ലോപ്പിൻ്റെ ഇക്വേഷനാണ് ഇത് വന്നിട്ടുള്ളത്. സ്ലോപ്പ് ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 അല്ലേ. ആ ബൈ x2 മൈനസ് x1 റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നു. അങ്ങനെയാണ് സ്ലോപ്പ് x ഇൻറ്റു x മൈനസ് x1 എന്ന് വന്നിട്ടുള്ളത്. y മൈനസ് y1 ഈക്വൽ ടു എന്നാണ് കേട്ടോ. ഇത് മാറിപ്പോയത്. സ്ലോപ്പിനെ x മൈനസ് x1 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അടുത്തത് റേഷ്യോ ആണ്. റേഷ്യോ എന്ന് പറയുമ്പോൾ m/n എന്നുള്ള റേഷ്യോയിലാണ്. നേരത്തെ നമ്മൾ മിഡ് പോയിൻ്റ് ആയിരുന്നു പറഞ്ഞത്. ഇനിയിപ്പോൾ മിഡ് പോയിൻ്റ് അല്ല, m/n എന്നുള്ള റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ 1:2 എന്നുള്ള റേഷ്യോയിലായിരിക്കും. 1 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ടായിരിക്കും P എന്ന് പറഞ്ഞ പോയിൻ്റ് ഉണ്ടാവുക. പിന്നെ അവിടെ അങ്ങോട്ട് 2 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത പോയിൻ്റ് ഉണ്ടാകുക. അങ്ങനെ m/n എന്നുള്ള റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ഈ P എന്ന് പറഞ്ഞ പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് x1 എന്ന് വെച്ചാൽ ഫസ്റ്റ് പോയിൻ്റ്, x1 പ്ലസ് m/n+n റേഷ്യോയിലെ ഫസ്റ്റ് നമ്പർ ഉണ്ടല്ലോ അത് ബൈ റേഷ്യോയിലെ 2 നമ്പറും കൂടെ കൂട്ടിയത് ടോട്ടൽ m/n+n ഇൻറ്റു x2 മൈനസ് x1. x2ന്ന് x1 കുറയ്ക്കുക. ഇതാണ് എക്സ് കോർഡിനേറ്റ് കിട്ടാനുള്ളത്. അതേപോലെ തന്നെയാണ് y കോർഡിനേറ്റ്. എക്സ് പഠിച്ച് വെച്ചാൽ മതി, പിന്നെ അവിടെ y ആക്കി കൊടുത്താൽ മതി. y1 പ്ലസ് m/n+n ഇൻറ്റു y2 മൈനസ് y1. ഇതാണ് Pൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കുക. m/n എന്നുള്ള റേഷ്യോയിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക. പിന്നെ അടുത്തത് സെൻട്രോയിഡ് ആണ്. സെൻട്രോയിഡ് എന്ന് പറയുമ്പോൾ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ്, ട്രയാങ്കിളിൻ്റെ 3 ആംഗിളും കൂടെ ബൈസെക്റ്റ് ചെയ്യുന്ന 3 ലൈനും കൂടെ കൂട്ടിമുട്ടുന്ന ആ ഒരു പോയിൻ്റാണ് ഇതിൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. സെൻട്രോയിഡിൻ്റെ കോർഡിനേറ്റ്സ് ഈസിയാണ്. സെൻറ്ററിലാണല്ലോ നമ്മൾ നേരത്തെ മിഡ് പോയിൻ്റ് കണ്ടുപിടിച്ചപ്പോൾ 2 പോയിൻറ്റിൻ്റെ മിഡ് പോയിൻ്റ് ആയിരുന്നു. ഇവിടെ 3 പോയിൻ്റ്, ട്രയാങ്കിളിന് 3 പോയിൻ്റ് ഇല്ലേ. അപ്പോൾ ട്രയാങ്കിളിൻ്റെ 3 പോയിൻറ്റിൻ്റെ മിഡ് പോയിൻ്റ് ആയതുകൊണ്ട് തന്നെ 3ൻ്റെയും x, 3 പോയിൻറ്റിൻ്റെയും 3 വെർട്ടിസസിൻ്റെ x തമ്മിൽ കൂട്ടുക, എന്നിട്ട് പകുതിയാക്കുക. പകുതിയല്ല, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 3 കൂട്ടത്തില്ല, അതുകൊണ്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. y കോർഡിനേറ്റ് കിട്ടാൻ 3 പോയിൻറ്റിൻ്റെ y തമ്മിൽ കൂട്ടുക, എന്നിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. x1 പ്ലസ് x2 പ്ലസ് x3/3, y1 പ്ലസ് y2 പ്ലസ് y3/3. അടുത്തത് സർക്കിളിൻ്റെ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. സെൻറ്ററിൻ്റെ കോർഡിനേറ്റ്സ് തരും, സർക്കിളിലൊരു പോയിൻറ്റും തരും, എന്നിട്ട് റേഡിയസ് ചോദിക്കും. അപ്പോൾ സെൻറ്ററിലൊരു പോയിൻറ്റും സർക്കിളിലെ പോയിൻറ്റ് തന്നു കഴിഞ്ഞാൽ റേഡിയസ് ഈസി അല്ലേ. സെൻറ്ററും സർക്കിളിലെ പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലേ റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല അവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. കോർഡിനേറ്റ്സ് എന്നുള്ള 7th ചാപ്റ്ററിൽ പഠിച്ച ഡിസ്റ്റൻസ് ഫോർമുല ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഡിസ്റ്റൻസ് ഫോർമുല d ഈക്വൽ ടു റൂട്ട് ഓഫ് x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ. എക്സ് കോർഡിനേറ്റ് തമ്മിലുള്ള ഡിഫറൻസ് ഹോൾ സ്ക്വയർ പ്ലസ് y കോർഡിനേറ്റ് തമ്മിലുള്ള ഡിഫറൻസ് ഹോൾ സ്ക്വയർ. എന്നിട്ട് അതിൻ്റെ റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടും. റൂട്ടൊന്നും വിട്ടു പോകരുത്. 2 പോയിൻറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സെൻറ്ററും സർക്കിളും ഒരു പോയിൻറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ നമുക്കിവിടെ റേഡിയസ് കിട്ടും. അങ്ങനെ റേഡിയസ് കിട്ടിയതിന് ശേഷം ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. ഇക്വേഷന് ഇത് തന്നെയാണ്. ആ സ്ക്വയറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നമുക്ക് സ്ക്വയർ റൂട്ടിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അവിടെ സ്ക്വയർ ആവും. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് റേഡിയസ് ആണല്ലോ. അപ്പോൾ r² ഈക്വൽ ടു x മൈനസ് a ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് b ഹോൾ സ്ക്വയർ. എന്നും ബി എന്നും വന്നിട്ടുള്ളത് സർക്കിളിൻ്റെ സെൻറ്ററിൻ്റെ കോർഡിനേറ്റ്സ് ആണ് കേട്ടോ. സെൻറ്റർ AB എന്നാണെങ്കിൽ x മൈനസ് a ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് b ഹോൾ സ്ക്വയർ ഈക്വൽ ടു 6 നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് അതിൻ്റെ സ്ക്വയർ അവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ AB 1, 2 ആണെങ്കിൽ x മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ്
2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു റേഡിയസ് ഒരു 5 ആണെങ്കിൽ 5 സ്ക്വയർ. നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്കിനി ചെയ്ത് നോക്കാം. ഇക്വേഷനൊക്കെ നോട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യന് സർക്കിളിൻ്റെ ക്വസ്റ്റ്യനാണ്, സർക്കിളിൻ്റെ ഇക്വേഷനാണ്. 5 മാർക്കിന് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. 1 1 ഈസ് എ പോയിൻ്റ് ഓൺ എ സർക്കിൾ സെൻറ്റേർഡ് 4 5. അപ്പോൾ സെൻറ്റർ 4 5 ആണെന്നും സർക്കിൾ ഒരു പോയിൻ്റ് 1 1 ആണെന്നും കിട്ടി. അപ്പോൾ റേഡിയസ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2 മാർക്കിന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ റേഡിയസ് എന്തായിരിക്കും? സർക്കിളിൽ ഒരു പോയിൻ്റ് 1 4, സർക്കിളിൽ ഒരു പോയിൻ്റാണ് 1 4. പിന്നെ സർക്കിളിൻ്റെ സെൻറ്റർ 4 5, സെൻറ്റർ 4 5. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. x1 - x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 - y2 ഹോൾ സ്ക്വയർ എന്നിട്ട് അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാം. എക്സ് തമ്മിലുള്ള ഡിഫറൻസ് അതിൻ്റെ സ്ക്വയർ, 4ഉം 1ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് ഫോർമുല ആദ്യം ചെയ്താൽ ഡിസ്റ്റൻസ് ഫോർമുല ഈക്വൽ ടു റൂട്ട് ഓഫ് x1 - x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 - y2 ഹോൾ സ്ക്വയർ. എവിടെയാണ് മൈനസ് എവിടെ പ്ലസ് എന്നൊന്നും മറന്നു പോകരുത്. എക്സ് തമ്മിലുള്ള ചേഞ്ച് 4ഉം 1ഉം ആണ്, തമ്മിലുള്ള ചേഞ്ച് 3 ആണ്. അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 സ്ക്വയർ. ഇനിയിപ്പോൾ 1 നിന്ന് 4 കുറച്ചാലും ഇവിടെ വലിയ പ്രശ്നമൊന്നുമില്ല, നെഗറ്റീവ് വരും. സ്ക്വയർ എടുക്കുമ്പോൾ പോസിറ്റീവ് തന്നെ ആയിക്കോളും. അടുത്തത് y2 - y1 എന്ന് പറയുമ്പോൾ 4ഉം 5ഉം തമ്മിലുള്ള ഡിഫറൻസ് 1 ആണല്ലോ, അതിൻ്റെ സ്ക്വയർ. എന്നിട്ട് ഇതിൻ്റെ റൂട്ട് വിട്ട് പോകരുത്. റൂട്ട് ഓഫ് 9 + 1. ഇപ്പോൾ റൂട്ട് 10 ആണ് ഇവിടെ ഡിസ്റ്റൻസ് വരുന്നത്, എന്ന് വെച്ചാൽ റേഡിയസ് വരുന്നത്. റേഡിയസ് കിട്ടി. ഇതാണ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അടുത്തത് 3 സെൻറ്റിമീറ്റർ നീതാം കേട്ടോ, അല്ലെങ്കിൽ 3 യൂണിറ്റ് നീതാം. അടുത്തത് ഇക്വേഷൻ ഓഫ് എ സർക്കിളാണ്. ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ x - a ഹോൾ സ്ക്വയർ പ്ലസ് y - b ഹോൾ സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ വേഗം എഴുതിക്കോളാം. എക്കും ബിക്കും മാത്രം വാല്യൂ കൊടുത്താൽ മതി, ഈക്വൽ ടു r സ്ക്വയർ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഇക്വേഷൻ എഴുതാം. 1 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. x - a സെൻറ്ററിൻ്റെ കോർഡിനേറ്റ്സ് 4 5 അല്ലേ, അപ്പോൾ a 4 ആണ്. ഹോൾ സ്ക്വയർ പ്ലസ് y - b 5 അല്ലേ വരുന്നത് ബീൻ്റെ സ്ഥാനത്ത്, y - b ഹോൾ സ്ക്വയർ എന്ന് വരും, ഈക്വൽ ടു r സ്ക്വയർ. r നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചില്ലേ, റൂട്ട് 10. അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 10 തന്നെ, റൂട്ടിൻ്റെ സ്ക്വയർ ആ നമ്പർ തന്നെ വരുമല്ലോ. അപ്പോൾ ഇതാണ് ഇക്വേഷൻ, സർക്കിളിൻ്റെ ഇക്വേഷൻ. ഇത് എഴുതിയാൽ 1 മാർക്ക്. കാൽക്കുലേറ്റ് ദി കോർഡിനേറ്റ്സ് ഓഫ് 1 ഓഫ് ദി പോയിൻറ്റ്സ് വേർ ദി സർക്കിൾ കട്ട് ദി എക്സ് ആക്സിസ്. എക്സ് ആക്സിനെ സർക്കിൾ കട്ട് ചെയ്യുന്ന പോയിൻ്റ്, എക്സ് ആക്സിനെ കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം y 0 ആയിരിക്കും. അപ്പോൾ എക്സ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. എക്സ് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഇക്വേഷനിലില്ലേ, ഈ ഇക്വേഷനിൽ എക്സിനും വൈക്കും എന്ത് കൊടുത്താൽ മതി? എക്സിനും വൈക്കും വാല്യൂ കൊടുത്താൽ മതി. ഇപ്പോൾ എക്സിനെ കട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ y 0 ആയിരിക്കുമല്ലോ, അപ്പോൾ y 0 കൊടുക്കുക. എന്നിട്ട് എക്സ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. x - 4 ഹോൾ സ്ക്വയർ പ്ലസ് y - b ഹോൾ സ്ക്വയർ ഈക്വൽ ടു 10 എന്നാണ് ഇക്വേഷൻ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെയാണ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണക്ട് ചെയ്താണ് കേട്ടോ ഇത് വരുന്നത്. അപ്പോൾ തൊട്ട് മുകളിൽ നമ്മൾ സർക്കിളിൻ്റെ ഇക്വേഷന് എഴുതിയിട്ടുണ്ട്. x - 4 ഹോൾ സ്ക്വയർ പ്ലസ് y - b ഹോൾ സ്ക്വയർ ഈക്വൽ ടു r സ്ക്വയർ. ഇതാണ് ഇക്വേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. എക്സിന് അങ്ങനെ തന്നെ കൊടുക്കുക, 4 അങ്ങനെ തന്നെ കൊടുക്കുക, പ്ലസ് y എന്ന് പറയുമ്പോൾ എക്സ് ആക്സിനെ കട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ് ആക്സിനെ കട്ട് ചെയ്യുമ്പോൾ അവിടെ y 0 ആയിരിക്കൂലേ, അപ്പോൾ y 0 കൊടുക്കുക. y എന്നുള്ളടത്ത് 0 - b ഹോൾ സ്ക്വയർ ഈക്വൽ ടു r. എന്താണ് r സ്ക്വയർ എന്ന് പറയുന്നത്? r നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, റൂട്ട് 10. അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 10 വരും. അപ്പോൾ x - 4 ഹോൾ സ്ക്വയർ നമുക്ക് എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഇവിടെ 2 മാർക്ക് വന്നിട്ടുള്ളത്. x - y ഹോൾ സ്ക്വയർ എന്തായിരുന്നു? x സ്ക്വയർ - 2xy, 2 × x × 4, 2 × 4 8 എക്സും. മനസ്സിലായോ? x സ്ക്വയർ - 2x × 4, 2x4, അതാണ് 8x പ്ലസ് 4ൻ്റെ സ്ക്വയർ 4 സ്ക്വയർ. ഇതേപോലെ തന്നെ 0 - b വരും, അതിൻ്റെ സ്ക്വയർ b വരും, b സ്ക്വയർ വരും, പോസിറ്റീവ് b സ്ക്വയർ വരും. ഇതാണ് 10 എന്ന് പറയുന്നത്. ഇനി ഇവിടെ എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും?
എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബി സ്ക്വയർ ബീൻ്റെ വാല്യൂ നമുക്കറിയാലോ. വൈ 0 ആണ്, ബി എത്രയായിരുന്നു? 0 മൈനസ് ബി 5 അല്ലേ. അപ്പോൾ 5 സ്ക്വയർ വരും, 25 വരും. അപ്പോൾ ഇവിടെ 8 സ്ക്വയർ പ്ലസ് 4ൻ്റെ സ്ക്വയർ 16ഉം 5ൻ്റെ സ്ക്വയർ 25 കൂടെ കൂട്ടിയാൽ 36 അല്ലേ. 8x മൈനസ് 8x പ്ലസ് 36 ഈക്വൽ ടു 10. ഇതിൽ നെക്സ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആ -10നെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവന്നാൽ 36 വരിക അല്ലേ. 16 ആഡ് ചെയ്താൽ 10 ആഡ് ചെയ്യുമ്പോൾ തന്നെ 35 വരും. 6 കൂടെ ആഡ് ചെയ്താൽ 41 വരുന്നുണ്ട്. സോറി വെറും 11 ഇപ്പോൾ ആഡ് ചെയ്തത്. 5 കൂടെ ആഡ് ചെയ്യേണ്ട 41 വരും. അപ്പോൾ 10 ലെഫ്റ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ -10 വരില്ല. അപ്പോൾ 31. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 10 ലെഫ്റ്റോട്ട് വരുമ്പോൾ -10 ആവും. 35ഉം 6ഉം 41 31 വരും. നമ്മൾ റേഡിയസ് കണ്ടുപിടിച്ചാൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നോക്കട്ടെ. x1 മൈനസ് x2 റൂട്ട് ഓഫ് x1 മൈനസ് x2 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ x1 മൈനസ് x2 4 മൈനസ് 1 3 സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 4 സ്ക്വയർ അല്ലേ വരിക. അവിടെ എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16 പ്ലസ് 9 25. 25ൻ്റെ റൂട്ട് 5. റേഡിയസ് വരുന്നത് 5 ആണ്. പാർ സ്ക്വയർ എന്നുള്ളടത്ത് 5 സ്ക്വയർ വരും. ഇവിടെയൊക്കെ 25 ആണ് വരുന്നത്. ഇപ്പോൾ 25 മൈനസ് 25 വരുമല്ലോ ഇവിടെ. അപ്പോൾ 0 ആയിപ്പോവും. പിന്നെ എന്ത് മാത്രമേ ബാക്കിയുള്ളൂ? 16 മാത്രമേ ഇവിടെ ബാക്കിയുള്ളൂ. ഈക്വൽ ടു 0 വരും. അപ്പോൾ 16 ഈക്വൽ ടു 0 എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 25നെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവന്നപ്പോഴാണ് -25 ആയത്. ഇനി ഇവിടെ 16 രണ്ട് നമ്പർ മൾട്ടിപ്പിൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എക്സ് ആക്സിനെ കട്ട് ചെയ്യുമ്പോൾ അവിടെ എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് ചെയ്യണം. അപ്പോൾ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. വൈ അല്ലേ 0 ആണെന്ന് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ എക്സ് ഉണ്ടല്ലോ. എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതിനൊന്ന് സോൾവ് ചെയ്താൽ മതി. ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. ഇവിടെ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ 16 കിട്ടണം. അതേ നമ്പേഴ്സ് ആഡ് ചെയ്താൽ 8ഉം കിട്ടണം. അപ്പോൾ 2 8 16 അല്ലേ. അപ്പോൾ 2 8ഉം നെഗറ്റീവ് വന്നാലുള്ളൂ. അല്ല, 2 നെഗറ്റീവ് വന്നാലും ഇവിടെ പ്ലസ് വരും. രണ്ട് നമ്പേഴ്സും കൂടെ ആഡ് ചെയ്താലേ ഉള്ളൂ ഇവിടെ നെഗറ്റീവ് വരുള്ളൂ. അപ്പോൾ 2 നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ -2 -8 എടുത്തു കഴിഞ്ഞാൽ -10 വരുള്ളൂ. ഇവിടെ 8x ആണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുക ഇത് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഇവിടെ 4 × 4 എടുക്കാം. -4 × -4 കാരണം -4 × -4 16 വരും. -4 -4ഉം കൂടെ ആഡ് ചെയ്താൽ -8ഉം കിട്ടുന്നുണ്ട്. അപ്പം -4 ആണ് എയും ബിയും വരുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? എക്സിൻ്റെ കൂടെയുള്ള നമ്പറിൻ്റെ 8ൻ്റെ പകുതി 4ൻ്റെ സ്ക്വയറാണ് ഇവിടെ ഉള്ളത് 16. അതുകൊണ്ട് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് ആയതുകൊണ്ട് മൈനസ് ഇടാം. 16ൻ്റെ റൂട്ട് 4 ഹോൾ സ്ക്വയർ നേടാൻ വേണ്ടി പറ്റും. ഇത് 0 ആണെങ്കിൽ x - 4ഉം 0 ആയിരിക്കും. അപ്പോൾ എക്സ് എന്തായിരിക്കും? എക്സ് 0 x - 4 ഈക്വൽ ടു 0 എന്ന് കിട്ടും. സ്ക്വയറിന് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ റൂട്ട് 0. അപ്പോൾ x - 4ഉം 0, x ഈക്വൽ ടു 4 എന്ന് കിട്ടും. ആണെങ്കിൽ ആ സ്റ്റെപ്പും കൂടെ ചെയ്താൽ x - 4 ഈക്വൽ ടു 0 എന്ന് ആദ്യം വരും.
x-4 അവിടെ നിർത്തുക. സ്ക്വയറിന് അങ്ങോട്ടുണ്ടായാൽ √0 എന്ന് വരും. √0 തന്നെ വരും. പിന്നെ എക്സിനോടെ നിർത്തുക. -4 അങ്ങോട്ട് കൊണ്ടുപോകുക. +4 വരും. x = 4. അപ്പോൾ കോർഡിനേറ്റ്സ് ആണ് ചോദിച്ചത്. കോർഡിനേറ്റ്സ് എഴുതുമ്പോൾ x കോർഡിനേറ്റ് 4 ആണ്, y 0 ആണ്. കാരണം x ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിൻ്റാണ്, x ആക്സിലെ പോയിൻ്റാണ്. അപ്പോൾ y കോർഡിനേറ്റ് 0 വരുള്ളൂ. അപ്പോൾ 4 0 ആണ് കേട്ടോ. അതും കൂടെ എഴുതിയാൽ അവിടെ 2 മാർക്ക്. ടോട്ടൽ 5 മാർക്കാണ് ചോദിച്ചിട്ടുള്ളത്. ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യനാണ്. സെൻറ്റർ തന്നിട്ടുണ്ട് 2 1 ആണ്. സർക്കിളിലെ പോയിൻറ്റും തന്നിട്ടുണ്ട്. x-a² + y-b² r² ആണ് ഇക്വേഷൻ വരിക. അതിന് മുന്നേ റേഡിയസ് കണ്ടുപിടിക്കണം. ഈ 2 പോയിൻറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. √(x1 - x2² + y1 - y2² എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് റേഡിയസ് കണ്ടുപിടിച്ചിട്ട് ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ സർക്കിളിൻ്റെ ഇക്വേഷൻ കിട്ടും. ഇമ്പോർട്ടൻ്റ് ആണ്, 3 മാർക്കിന് ചോദിക്കാറുണ്ട്. അടുത്തത് ലൈനിൻ്റെ സ്ലോപ്പ് ഓഫ് ദി ലൈൻ ജോയിനിങ് 1 0 ആൻഡ് 0 1. സ്ലോപ്പാണ് കണ്ടുപിടിക്കേണ്ടത്. റൈറ്റ് ദി കോർഡിനേറ്റ്സ് ഓഫ് അനദർ പോയിൻ്റ് ഓൺ ദിസ് ലൈൻ. ഈ ലൈനിലെ മറ്റൊരു പോയിൻ്റ് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം സ്ലോപ്പ് കണ്ടുപിടിക്കാം. സ്ലോപ്പ് = y2 - y1 x2 - x1. മുന്നിലുള്ള പോയിൻ്റ് 1 0 കഴിഞ്ഞിട്ടാണ് 0 1. അപ്പം y2 എന്ന് പറയുമ്പോൾ സെക്കൻഡ് പോയിൻറ്റിൻ്റെ y എന്ന് പറയുമ്പോൾ 0 yയിലെ 1 മൈനസ് ഫസ്റ്റ് പോയിൻറ്റിൽ 1 0 0 വരും. ബൈ എക്സ് എന്ന് പറയുന്നതോ സെക്കൻഡ് പോയിൻറ്റിൻ്റെ എക്സ് മൈനസ് ഫസ്റ്റ് പോയിൻറ്റിൻ്റെ എക്സ്. സെക്കൻഡ് പോയിൻറ്റിൻ്റെ എക്സ് 0 ആണ്, മൈനസ് ഫസ്റ്റ് പോയിൻറ്റിൻ്റെ എക്സ് എന്ന് പറയുന്നത് 1 ആണ്. 1 0 കുറച്ചാൽ 1 തന്നെ. 0 1 മൈനസ് ചെയ്താൽ -1. പോസിറ്റീവ് നെഗറ്റീവ് തന്നെ വരും. 1/1 1. -1 ആണ് ഇതിൻ്റെ സ്ലോപ്പ് വരുന്നിട്ടുള്ളത്. ഈ ലൈനിലെ മറ്റൊരു പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. മറ്റൊരു പോയിൻ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ x ഒന്ന് കൂടുമ്പോൾ y ഒന്ന് കുറയാണ് വേണ്ടത്. അതല്ലേ സ്ലോപ്പ്. x ഒന്ന് കൂടുന്നതിനനുസരിച്ചിട്ട് y-ലുണ്ടാകുന്ന ചേഞ്ച്. അപ്പോൾ ഇവിടെ x 1 ഉള്ളതൊന്ന് കൂടി 2 ആയി. അപ്പോൾ y-ൽ എന്താ ചേഞ്ച് ഉണ്ടാവുക? y-ൽ ഒന്ന് കുറയും. -1 ഒന്ന് കുറയും. y 0 ആണെങ്കിൽ x ഒന്ന് കൂടുക. അപ്പോൾ 1 എന്നുള്ളത് x ഒന്ന് കൂടി 2 ആയി. അപ്പോൾ y-ൽ എന്ത് ചേഞ്ചാണ് ഉണ്ടാകുന്നത്? ഒന്ന് കുറയാണ് ചെയ്യുന്നത്. സ്ലോപ്പ് -1 എന്ന് പറഞ്ഞാൽ y-ൽ y കുറയാണ്, y കോർഡിനേറ്റ് കുറയാണ്. അപ്പം 0 y കോർഡിനേറ്റ് അല്ലേ കിട്ടേണ്ടത്? ആ ലൈനിലെ പോയിൻറ്റിൻ്റെ എക്സ് കിട്ടി. വൈയിലുണ്ടാകുന്ന ചേഞ്ച് ഒന്ന് കുറയാം. അപ്പോൾ 0 1 കുറഞ്ഞാൽ -1. 2 -1 ഈസ് എ പോയിൻ്റ് ഓൺ ദിസ് ലൈൻ. ഒരു പോയിൻ്റ് എഴുതി അവിടെ 2 മാർക്ക്, 2 3 മാർക്ക്. അടുത്തത് ഇൻ ദ പിക്ചർ എ ലൈൻ ഇൻ്റർസെക്ട് ദി ആക്സസ് അറ്റ് എ ആൻഡ് ബി വിത്ത് OA = 5 OB = 3. OA 5 ആണെന്നും OB 3 ആണെന്ന് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് സ്ലോപ്പ് ചോദിച്ചിട്ടുണ്ട്. y2 - y1 x2 - x1 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെയും ബിൻ്റെയും കോർഡിനേറ്റ്സ് അറിയണം. എ എന്ന് പറയുന്നത് സെൻറ്ററിൽ നിന്ന് 4 cm അകലെയാണ്. ഇപ്പോൾ എ എന്ന് പറയുന്നത് എക്സ് ആക്സിലെ പോയിൻ്റ് അല്ലേ? എക്സും വൈയും കൂട്ടി മുട്ടുന്ന എക്സ് ആക്സിലെ പോയിൻ്റാണ് എ. അപ്പോൾ അവിടെ y 0 ആയിരിക്കും. അപ്പോൾ എൻ്റെ കോർഡിനേറ്റ്സ്, എൻ്റെ ബിൻ്റെ കോർഡിനേറ്റ്സിൽ എൻ്റെ കോർഡിനേറ്റ്സ് 5 0. 5 ഡിസ്റ്റൻസ് അകലെയാണുള്ളത്. 5 0. ഇനി ബീൻ്റെ കോർഡിനേറ്റ്സ് 3 ഡിസ്റ്റൻസ് അകലെയാണുള്ളത്. അപ്പോൾ അത് y കോർഡിനേറ്റ് ആണ്, എക്സ് കോർഡിനേറ്റ് ഇല്ല. അപ്പോൾ 0 xy 0 3 വരും കേട്ടോ. എക്സ് കോർഡിനേറ്റ് 0 ആണല്ലോ, y ആക്സിലെ പോയിൻ്റ് അല്ലേ. മറ്റേണ്ടത് എക്സ് 5 ആണ് വരിക, y കോർഡിനേറ്റ് ആണ് 0 വരിക. അപ്പോൾ എൻ്റെയും ബീൻ്റെയും കോർഡിനേറ്റ്സ് കിട്ടി. എ എന്ന് എഴുതുക, ബി എന്ന് എഴുതുക. കോർഡിനേറ്റ്സ് എഴുതിയാൽ 1 മാർക്ക്. സ്ലോപ്പ് ചോദിച്ചിട്ടുണ്ട്. സ്ലോപ്പ് -1 നമ്മൾ കണ്ടു. ഇനി എന്താ ചോദിച്ചിട്ടുള്ളത്? സ്ലോപ്പ് എന്താണ്? ഈ ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുമ്പം ഇത് തമ്മിലുള്ള ചേഞ്ച് y2 - y1. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണല്ലോ എന്തായാലും ലൈന് പോവുക. അപ്പോൾ ഫസ്റ്റുള്ള പോയിൻറ്റ് 0 3 ആണ്. അപ്പം y2 - y1 0 -3 ബൈ x2 - x1 0 y2 - y1 0 -3 -3 കിട്ടി.
x2 മൈനസ് x1 5 മൈനസ് 0 5 തന്നെ വരും. -3/5 ആണ് സ്ലോപ്പ് വന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഇക്വേഷനും ചോദിച്ചിട്ടുണ്ട്. x മൈനസ് x1 അല്ല y മൈനസ് y1 അല്ല ആദ്യം എഴുതേണ്ടത് y മൈനസ് y1. y മൈനസ് y1 എന്ന് പറയുമ്പോൾ സെക്കൻഡ് പോയിൻറ്റിൻ്റെ y അവിടെ 0 അല്ലേ, y മൈനസ് 0 y തന്നെ കിട്ടും ഈക്വൽ ടു സ്ലോപ്പ് ഇൻറ്റു x മൈനസ് x1. സ്ലോപ്പ് -3/5 അല്ലേ, -3/5 ഇൻറ്റു x മൈനസ് x1. x മൈനസ് x1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പോയിൻറ്റിൻ്റെ x അത് 0 ആണല്ലോ. x, 0 x മൈനസ് 0 എന്നുവെച്ചാൽ x തന്നെ. അപ്പോൾ -3x എന്ന് എഴുതാം. 3x 5നെ ലെഫ്റ്റിലോട്ടുണ്ടാ 5y. അപ്പോൾ 5y -3xനെ റൈറ്റിലോട്ട് കൊണ്ടുവന്നാൽ +3x = 0 എന്ന് വരും. 3x + 5y = 30. വൈനെ ലെഫ്റ്റിലോട്ട് വന്നപ്പോൾ 5y വന്നു. 5yൻ്റെ അടുത്തോട്ട് -3xനെ കൊണ്ടുവന്നാൽ +3x വരും കേട്ടോ. റൈറ്റ് സൈഡിൽ 0 ആയി. ഇതാണ് ലൈൻ്റെ ഇക്വേഷൻ. അടുത്ത് ചോദിച്ചത് സർക്കം സെൻറ്റർ ഓഫ് ട്രയാങ്കിൾ AOBൻ്റെ സർക്കം സെൻറ്ററാണ് ചോദിച്ചത്. സർക്കിളിൻ്റെ സെൻറ്ററാണ് ചോദിച്ചത്. അപ്പോൾ സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? ഇവിടെ നോക്കിക്കേ, ഇവിടെ സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയല്ലേ വരിക. കാരണം എന്താ, AB ഇവിടെ 90 ഡിഗ്രി വരണമെങ്കിൽ അത് സെൻട്രൽ ആംഗിൾ എന്തായിരിക്കണം, ഇവിടെ 90 ഡിഗ്രി വരണം. 90 ഡിഗ്രിയാണ് വന്നിട്ടുള്ളത്. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. അപ്പോൾ ഈ ഒരു ലൈന് എപ്പോഴാണ് ഇവിടെ 90 വരിക? അത് 180 ആവുമ്പോൾ, സെൻറ്ററിലൂടെ കടന്നു പോകുമ്പോൾ, സെമി സർക്കിൾ ആകുമ്പോൾ. അപ്പോൾ സെൻറ്ററിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ നമുക്കിവിടെ സർക്കം സെൻറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ABൻ്റെ മിഡ് പോയിൻ്റ് കണ്ടാൽ മതി. എൻ്റെത് 0.3 ആണെന്നും ബീൻ്റെത് 50 ആണെന്നും തന്നിട്ടുണ്ട്. മിഡ് പോയിൻ്റ് എന്തായിരുന്നു? x2 മൈനസ് x1 + x2/2 ഇല്ല, രണ്ടും കൂടെ കൂട്ടിയിട്ട് പകുതി വയ്ക്കിയാൽ മതി. y1 + y2/2 y1 + y2/2. അപ്പോൾ അങ്ങനെ രണ്ടിൻ്റെ x തമ്മിൽ കൂട്ടുക. 0.3യും 50യും 3യും 0യും തമ്മിൽ കൂട്ടിയാൽ 3/2 വരും. ഫൈവ് 0 കൂട്ടിയാൽ 5/2 വരും. 1 1/2ഉം 2 1/2ഉം. ഇതാണ് ട്രയാങ്കിൾ AOBൻ്റെ ഓക്കെ. നമ്മൾ പറയാത്തത് ഏതാണ്? ഫോർത്ത് വെർട്ടെക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞില്ല. ഓപ്പോസിറ്റ് വെർട്ടെക്സിൻ്റെ കോർഡിനേറ്റ്സ് തമ്മിൽ കൂട്ടുക. അപ്പോൾ ഇവിടെ 4ഉം 5ഉം തന്നിട്ടുണ്ട്. കൂട്ടുക. 4 + 5 9 മൈനസ് ബാക്കിയുള്ള പോയിൻറ്റിൻ്റെ x -1 9 - 1 8 വരും. അപ്പോൾ ഫോർത്ത് വെർട്ടെക്സിൻ്റെ x കോർഡിനേറ്റ് കിട്ടി. ഇനി വൈൻ്റെ ഓപ്പോസിറ്റുള്ള വെർട്ടിസസിൻ്റെ y കൂട്ടുക. ഫോർത്ത് വെർട്ടെക്സിൻ മൂന്നാമത്തെ വെർട്ടെക്സിൻ്റെ കോർഡിനേറ്റ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ y കോർഡിനേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 6 + 3 9 വരും. മൈനസ് തേർഡ് പോയിൻറ്റിൻ്റെ y 2 ആണ് വരുന്നത്. അപ്പോൾ 6 + 3 9 - 2 7 വരും. 8 7 ആണ് കേട്ടോ ഫോർത്ത് വെർട്ടെക്സിൻ്റെ കോർഡിനേറ്റ്സ് വന്നിട്ടുള്ളത്. സീൻ്റെ കോർഡിനേറ്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് തന്നെയാണ് 8 7 തന്നെയാണ്. പിന്നെ സ്ലോപ്പ് ചോദിച്ചിട്ടുണ്ട്. നേരത്തെ പോലെ സ്ലോപ്പ് കണ്ടുപിടിക്കുക.
x2 മൈനസ് x1 ബൈ y2 മൈനസ് y1 y2 മൈനസ് y1. ഇനി ലൈനിൻ്റെ ഇക്വേഷനാണ് നേരത്തെ ചെയ്ത പോലെ ചെയ്യാം. ഡസ് ദിസ് ലൈൻ പാസസ് ത്രൂ ദി ഒറിജിനിലൂടെ പാസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ y മൈനസ് y1 ഈക്വൽ ടു എക്സ് മൈനസ് സ്ലോപ്പ് ഇൻറ്റു എക്സ് മൈനസ് x1 ആണല്ലോ. അവിടെ ഈ ലൈനിലൂടെ പാസ് ചെയ്യുമോ, ഈ ലൈനിലെ പോയിൻ്റ് ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ലൈനിൻ്റെ ഇക്വേഷൻ ആണെങ്കിലും സർക്കിളിൻ്റെ ഇക്വേഷൻ ആണെങ്കിലും അവിടെ എക്സ് വൈ എന്നുള്ളിടത്ത് ഈ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് പറഞ്ഞുതരും. എക്സിൻ്റെയും വൈൻ്റെയും കോർഡിനേറ്റ്സ് കൊടുക്കുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വലായിട്ട് കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഈ ലൈനിലെ പോയിൻ്റ് ആയിരിക്കും. അങ്ങനെ കിട്ടുന്നില്ല. എക്സിനും വൈക്കും ഇപ്പോൾ ഒറിജിനിലൂടെ പാസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഒറിജിൻ്റെ കോർഡിനേറ്റ്സ് 0 0 ആണ്. 0 0 കൊടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വലായിട്ട് വരുന്നില്ലെങ്കിൽ അത് ഈ ലൈനിലെ പോയിൻ്റ് അല്ല എന്ന് എഴുതാം കേട്ടോ. അടുത്തത് മിഡ് പോയിൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിളാണ്. 2ൻ്റെ എക്സ് തമ്മിൽ കൂട്ടുക, പകുതിയാക്കുക. 2ൻ്റെ വൈ തമ്മിൽ കൂട്ടുക, പകുതിയാക്കുക. അടുത്തത് അങ്ങനെ നമ്മൾ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ചെയ്ത് നോക്കുക. കിട്ടാത്ത ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു.